ലൈവാണ്. നമസ്കാരം സാക്ഷി ടി വിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ചടയമംഗലം മേടയിൽ ഭാഗത്താണ്. മേടയിൽ ഭാഗത്ത് ഇന്ന് രാവിലെ മുതൽ പേപ്പട്ടിയുടെ ശല്യം ഉണ്ടായിരിക്കുകയാണ്. ഒരാളിനെ പട്ടി കടിക്കുകയും വീട്ടിൽ വളർത്തുന്ന ഒരു നായ്ക്കുട്ടിയെ പട്ടി കടിക്കുകയും അതോടൊപ്പം തന്നെ തെരുവ് നായ്ക്കളെ കടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ പ്രദേശം പേപ്പട്ടിയുടെ ഭീതിയിലാണ്. ആരും തന്നെ പുറത്തിറങ്ങുന്നില്ല. എല്ലാവരും വീടിനുള്ളിൽ തന്നെ കഴിയുകയാണ്. പേപ്പട്ടി ഭീഷണിയിലാണ് ഈ പ്രദേശം. ആ ഒരു വാർത്തയുമായിട്ടാണ്, തത്സമയ ദൃശ്യമായിട്ടാണ് അതിരാവിലെ നമുക്ക് എത്തുവാൻ കഴിയുന്നത്. ഈ പേപ്പട്ടി ഇറങ്ങിയതിനെ കുറിച്ച് ഒരാൾ മാത്രം പുറത്തു നിൽപ്പുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം. സുജായ്, എന്താണ് സംഭവിച്ചത്? രാവിലെ ഇറങ്ങി ഈ വീട്ടിലെ സ്ത്രീയെ പട്ടി കടിച്ചു. നല്ല മുറിവുണ്ട് കാലിൽ. അപ്പം കടയ്ക്ക് ഗവൺമെന്റ് ഓഫീസിൽ കൊണ്ടുപോയേക്കുക. അവരെ അല്ലാതെ വേറെ ആരെങ്കിലും പട്ടി കടിക്കുന്നു? പട്ടികളെ എല്ലാം കടിച്ചിട്ടുണ്ട്. വേണ്ട, ഇതേപോലെ പട്ടികളെ കെട്ടി വളർത്താതെ കൊണ്ടു നടക്കുന്ന കണ്ടില്ലേ? അതേക്കുറിച്ച് സുജായ്ക്ക് എന്താണ് അഭിപ്രായം? ഒരു മാസം കഴിയുമ്പോൾ അതിനും പേയാവും. അതിനെയൊക്കെ കടിച്ചിട്ടുണ്ടല്ലേ? ഈ അപ്പുറത്തെ റോഡ് സൈഡിലുണ്ടായിരുന്ന തെരുവ് നായ്ക്കളെയൊക്കെ പട്ടി ഉപദ്രവിച്ചു എന്ന് പറയുന്നു, പട്ടി കടിച്ചെന്ന് പറയുന്നു. അത് വേറെ 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 ചടയമംഗലം മേടയിൽ നിന്നുകൊണ്ടാണ് ഈ തത്സമയ ദൃശ്യം. ഈ പ്രദേശത്ത് രാവിലെ പേപ്പട്ടി ഇറങ്ങുകയും വീട്ടിലെ വളർത്തുനായ്ക്കളെ കടിക്കുകയും അതോടൊപ്പം തന്നെ മേടയിൽ ജംഗ്ഷനിലുണ്ടായിരുന്ന തെരുവുനായ്ക്കളെ കടിക്കുകയൊക്കെ ചെയ്തു. ആ പട്ടിയെ കണ്ടുകിട്ടിയിരിക്കുന്നു ആൾക്കാര്. നിരവധി നായ്ക്കളെ പട്ടി കടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വീട്ടമ്മയെ കടിച്ചു. അവരെ കടയ്ക്കൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുകയാണ്. ഈ പ്രദേശം പേപ്പട്ടി ഭീതിയിലാണ്. ആരും തന്നെ പുറത്തിറങ്ങുന്നില്ല. എല്ലാവരും വീടിനുള്ളിൽ ഈ ഭീതി കാരണം കഴിയുകയാണ്. കഴിക്കാൻ പോയി അവന്റെ ഏണിയൊക്കെ കടിച്ചു പറ്റിയെന്ന് പറഞ്ഞിട്ട് ഇത് ഇപ്പൊ എത്ര പേരെ കടിച്ചു ഈ പ്രദേശത്ത്? ഇപ്പൊ ഇവിടെ ഷാജിലാതെ പറഞ്ഞ ഒരു കൊച്ചിനെ കടിച്ച്, പിന്നെ നമ്മളെ കുട്ടികളെ കയറി കടിക്കാൻ പോയി. അപ്പൊ പരിഹാരം കാണണം. എന്താ പട്ടികളെ ഒരുപാട് ഇവിടെ വെറ്റി കിടക്കുകയാണ്. പല സ്ഥലത്തായിട്ട് പട്ടികളെ ശരിക്കുണ്ട്. പഞ്ചായത്തൊക്കെ പറയുമ്പോ, ഈ പ്രശ്നം പറയുമ്പോ അവർ പറയുന്നത് നായ്ക്കളെ കൊല്ലാനുള്ള അധികാരമില്ല, പക്ഷേ അത് അവരെ നിരീക്ഷിക്കുക എന്നുള്ള ഒരു കാര്യമേ അവർ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അടച്ചിട്ട് ഭക്ഷണം കൊടുക്കണം. ആളെ കടിച്ചു കൊല്ലാനല്ല നടക്കണം പട്ടികളെ ഇട്ടേക്കണത്. സർക്കാർ അതിന് പരിഹാരം കണ്ടെത്തണം, പഞ്ചായത്ത് കണ്ടെത്തണം. എന്തായാലും എല്ലാവരും വീട്ടിനുള്ളിൽ കഴിയുകയാണല്ലേ, പേടിച്ച് ആരും പുറത്തിറങ്ങുന്നില്ല. ഇവിടെ ഒരു കൊച്ചിനെ, സുഖമില്ലാത്ത ഒരു കൊച്ചിനെ കൈ ഒടിഞ്ഞിറങ്ങ കൊച്ചിനെ മുറ്റത്ത് നിന്നപ്പോ കയറി കടിച്ചെന്ന് പറയുന്നത്. അപ്പുറത്തെ വീടുകളിൽ വളർത്തുന്ന പട്ടിയും കെട്ടിയിട്ടിരുന്ന പട്ടിയും കടിച്ചു എന്നാണ് പറയുന്നത്. കടിച്ചു കാണും. എന്തായാലും ഈ പ്രദേശം വളരെ ഭീതിയിലാണ്. ഈ പേ ഉണ്ടെന്ന് സംശയിക്കുന്ന ആ പട്ടി ഈ പ്രദേശത്ത് തന്നെ ഉണ്ടെന്നാണ് ഇവരിപ്പോഴും സംശയിക്കുന്നത്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സാധാരണ കടിച്ചിട്ടുണ്ട്, പിന്നെ വേറെ ഒന്നുകൂടി പട്ടികളെ കടിച്ചു. പാടിനെ കടിക്കാനായിട്ട് ഓടിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ഓടി പോയി. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഭീതിയിലാണ്. ആരും പുറത്തിറങ്ങുന്നില്ല അല്ലേ? തിരക്കൊണ്ടിരിക്കുകയാണ്. ആരും പുറത്തിറങ്ങുന്നില്ല. ഉടനെ പിടിക്കുന്നതാണ് പട്ടിയെ. അതാണ് ഇവിടുത്തെ പ്രശ്നം. ആരും പുറത്തിറങ്ങുന്നില്ല. എല്ലാവരും വളരെ പേടിയിലാണ്. ജഡായു ടൂറിസത്തിലേക്ക് പോകുന്ന ആ റോഡിന്റെ ഭാഗത്ത് വെച്ച് ഞങ്ങൾ അന്വേഷിച്ച് പറഞ്ഞത് അവിടെ ഉണ്ടായിരുന്ന തെരുവ് നായ്ക്കളെ ഈ പട്ടി കടിച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഒത്തിരി പട്ടികളെ കടിച്ചു എന്നാണ് സാക്ഷികൾ പറയുന്നത്. എന്തായാലും ചടയമംഗലം മേടയിൽ ഭാഗത്ത് ജനങ്ങൾ വളരെ ഭീതിയിലാണ്. ഇവിടെ ഒരുപാട് തെരുവ് നായ്ക്കൾ അലഞ്ഞു നടക്കുന്നതായിട്ടാണ് നാട്ടുകാർ നമ്മളോട് പറയുന്നത്. ഇതിനൊക്കെ ഒരു പരിഹാരം നമുക്ക് ഉണ്ടാകണം. അതിനുവേണ്ടി ജനപ്രതിനിധികളും പഞ്ചായത്തും
ഉത്തരവാദിത്തപ്പെട്ടവരുമൊക്കെ ഇതേക്കുറിച്ചൊരു പഠനം നടത്തി ജനങ്ങൾക്ക് ജീവിക്കുവാനുള്ള സ്വൈര്യമായി ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ തത്സമയ സംപ്രേഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ആരെ വിളിച്ചിട്ടുണ്ടോ?